പാറക്കോറിക്കെതിരെ സമരം ശക്തമാക്കിക്കൊണ്ട് പാറക്കോറി വിരുദ്ധ സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരപ്പന്തൽ കെട്ടി സമരമുഖം ശക്തമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കണ്ണമ്പാറ കല്ലടത്തടി പാറക്കുറികൾക്കെതിരെ കോറി വിരുദ്ധ സമിതി സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ ധർണ ആണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇതുപോലെ കെട്ടി ഉയർത്തിയ ഒരു സമരപ്പന്തൽ അത് പൊളിച്ച് മാറ്റപ്പെടുകയും നശിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് പുതിയ സമരപ്പന്തൽ ഇവിടെ ഉയർത്തിക്കൊണ്ട് ഇവിടുത്തെ ജനനേതാക്കന്മാരും പൊതുജനങ്ങളും ചേർന്നുകൊണ്ടുള്ള പ്രതിഷേധ ധർണയാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. നമുക്ക് ഈ സമരത്തെക്കുറിച്ച് ഇദ്ദേഹം നമ്മളിപ്പം ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു ജനനായകൻ ചേരുന്നുണ്ട്. അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയും. ഞങ്ങളിപ്പോൾ ഒരു വർഷത്തോളമായി ഇതിൻ്റെ പിന്നിൽ നടക്കുകയാണ്. ഈ സമരം ഞങ്ങൾ പല ഘട്ടങ്ങളിലും ഇവിടെ കൂടി ധർണയും പിക്കറ്റിങ്ങും പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും മറ്റുമൊക്കെ ഞങ്ങൾ ഇതിനു വേണ്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു ഓഫീസുകളിൽ നിന്നും നമുക്ക് അനുകൂലമായിട്ടൊന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ല. എല്ലാം പണച്ചാക്കിൻ്റെ പിറക്കിയത് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ റോഡിന് വീതിയില്ല, കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഈ സൗണ്ട് കാരണം പഠിക്കാൻ പറ്റുന്നില്ല, വീടുകൾ പലതും പൊട്ടലായിപ്പോയി. അതുപോലെ ഈ റോഡിന് വീതി കുറവുണ്ട്. 4 മീറ്റർ വീതിയിലാണ് ഈ വണ്ടി കയറി ഇറങ്ങുകയും ചെയ്യുന്നത്. 8 മീറ്റർ വീതി വേണമെന്നാണ് നിയമവശം. പക്ഷെ അതവർ പാലിക്കുന്നില്ല. പണത്തിൻ്റെ പുറത്ത് അതെല്ലാം ഒരു മേളിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞങ്ങൾ പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിൽ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളങ്ങനെ ജിയോളജി വകുപ്പുകളിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടു. പക്ഷേ ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ നോക്കാം, കാണാം, വരാം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളെ പറയുന്നുള്ളൂ. മറ്റവർക്കാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ സമരം ഇനി ക്രമേണ എത്ര നാൾ പോകുന്നു അത്രയും നാൾ ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങളുടെ ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങളുടെ ജീവനും സ്വത്തിന് യാതൊരു വിലയും ഇല്ലാതെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കഴിയുന്നത്. ഞങ്ങളുടെ കഷ്ടങ്ങൾ പോയി അതുകൊണ്ട് പൊട്ടിക്കും എന്നൊക്കെയാണ്. ഞങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല ഈ പാറക്കോറി മുഖാന്തരം. ബഹുമാനപ്പെട്ട കളക്ടറടക്കം ഇവിടെ സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ. നിങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് അദ്ദേഹം നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഉറപ്പ് നൽകിയിരുന്നു. ഞങ്ങളുടെ വീട് പൊട്ടിയതൊക്കെ കളക്ടർ വന്ന് കണ്ടതാണ്. ഈ ഇടയ്ക്ക് പാറ പൊട്ടിച്ചപ്പോൾ ഞങ്ങളുടെ വീടിന്റെ തറ കുലുങ്ങി ടൈല് രണ്ടായിട്ട് പൊട്ടി ഇങ്ങനെ പൊട്ടിക്കീറി വെടി പൊട്ടിച്ചുന്ന സമയത്ത് ഞങ്ങൾ പല പരാതികളും ഇത് സ്ഥാപിച്ചുകൊണ്ടിരുന്നപ്പോൾ അതെ ഇവിടെ ഇത് സമരപ്പന്തൽ കെട്ടാനായിട്ട് ഇവിടെ കുഴി എടുത്തോണ്ടിരുന്നപ്പം ഇവിടെ കുഴി എടുക്കരുതെന്നങ്ങാണ്ട് പറഞ്ഞു. അവര് ചീത്ത വിളിച്ച് ഇവിടെ സമരക്കാരെ ചീത്ത വിളിച്ചിട്ട് അവർ കയറി പോയതും അവരുടെ കോറിയിലേക്ക്. കണ്ണമ്പാറ സമരം ശക്തമാവുകയാണ്. ഇതിന്റെ പ്രതിഷേധ ധർണയുടെ പരിപാടികൾ ആരംഭിക്കുന്നു. ഹലോ കണ്ണമ്പാറ കല്ലടത്തടി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന പാറക്കുറി വിരുദ്ധ സമിതി സംഘടിപ്പിക്കുന്ന സമരത്തിന്റെ കോറി വിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ കണ്ണമ്പാറ ജംഗ്ഷൻ സംഘടിപ്പിച്ചുള്ള പ്രതിഷേധത്തോടനുബന്ധിച്ചുള്ള യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. കുട്ടികളുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിന് വേണ്ടി ഈ സമരസമിതിയുടെ എം രാധാകൃഷ്ണനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, സൈഡിലോട്ടില്ലേ വീഡിയോ എടുക്കുക, സൈഡിൽ നിൽക്കണേ. പ്രിയമുള്ളവരെ, ഈ ഒരു സമരം ചെയ്യാൻ കാരണം കേൾക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു സമരം ചെയ്യാൻ കാരണം ഇവിടെ ഈ പാറക്കോറി മൂലം ഇവിടുത്തെ ജനജീവിതം മഹാ ദുർഘടത്തിലായിരിക്കുകയാണ്. ദിവസവും നിയമലംഘനങ്ങളല്ലാതെ മറ്റ് ഒന്നും ഇവിടെ നടക്കുന്നില്ല. കാരണം ഫോൺ അന്നേരം അവർ പറഞ്ഞോളും എന്ത് വേണമെന്ന്, അവരുടെ ഞങ്ങൾ സംസാരിച്ചോളാം എന്നാണ് പറയുന്നത്. നമ്മൾ ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസേഴ്സിനോട് സംസാരിക്കുമ്പം അവരാണെങ്കിൽ അതൊരു മുഖവിലയ്ക്ക് എടുക്കുന്നതുമില്ല. എന്താണ് കാരണമെന്ന് നമുക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. നമ്മൾ നിരന്തരമായി ഈ സമരങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കാര്യം നമ്മളിവിടെ ഒരു സമരപ്പന്തൽ കെട്ടിയിരുന്നു. ആ പന്തല് ഇവർ ഇവിടെ അനുകൂലമായ ഒന്നും നമ്മളെ സഹായിക്കുകയോ മറ്റൊന്നും ചെയ്യുന്നില്ല. നിയമലംഘനങ്ങൾ ചെയ്യുന്ന പാറക്കോറിക്കാരുടെ മാത്രമാണ് അവർക്ക് എല്ലാവിധ അനുകമ്പയും.
നമുക്കും ഇവിടെ ജീവിച്ചാലേ വെക്കും. നമുക്ക് മരിക്കാൻ പറ്റത്തില്ല. മരിക്കുന്നതെങ്കിൽ അത് സന്തോഷമായിട്ട് നല്ല രീതിയിൽ മരിക്കണം. അല്ലാതെ ഇതുപോലുള്ള ഇതുപോലുള്ള നിയമത്തിന് എതിരായി ചെയ്യുന്ന ഈ പാറക്കോരി മാഫിയകളുടെ ഗുണ്ടായുസത്തിന് വഴങ്ങി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇവർ വിചാരിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരെ കുറച്ച് കയ്യിലെടുത്തിട്ട് ഇവിടെ ഭീഷണികൾ പെടുത്തുകയും തങ്ങളി അടുപ്പിക്കാൻ വേണ്ടി ഒരു പരിപാടി അവർ ആസൂത്രണം കുറേ നാളുകൊണ്ടേ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അതിനൊന്നും മുതിരുന്നില്ല. നമ്മൾ ആ സഹോദരന്മാരുടെ എല്ലാം പറയുന്നത് നിങ്ങൾ ഈ നാട്ടുകാരാണ്, നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും നിങ്ങൾ ഇടപെടലെന്ന് മാത്രമാണ് അവരോട് ഞങ്ങൾ അപേക്ഷിച്ചിട്ടുള്ളത്. ഇത്രയും പറയാനാണ്. ഇതിനെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി MS റമലി സാറിനെ ക്ഷണിക്കാം. ഈ യോഗാധ്യക്ഷൻ ശ്രീ രാധാകൃഷ്ണൻ അവർ യോഗത്തിൽ സംബന്ധിക്കുന്ന സമരസമിതിയുടെ ഈ കണ്ടമ്പാറ കേന്ദ്രീകരിച്ചുകൊണ്ട് പൗരസമിതി രൂപീകരിക്കുകയും ഈ കോറിയുടെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് ആക്ഷൻ കൗൺസിൽ നടത്തുകയും നിരവധി സമരങ്ങൾ അവരിൽ ഒതുങ്ങുന്നുകൊണ്ടുള്ള ചെറിയ ചെറിയ സമരങ്ങൾ നടത്തുകയും ചെയ്യും. അതിന്റെ ഭാഗമായി ഈ ഭാഗത്ത് നമ്മളിപ്പോൾ ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ള ഈ സ്ഥലത്ത് ഒരു ചെറിയ സമരപന്തൽ സ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ ആ സമരപന്തൽ കേന്ദ്രീകരിച്ചിട്ടുകൊണ്ട് കഴിഞ്ഞ 1.5 വർഷമായി വളരെ സമരങ്ങളൊന്നും ഞങ്ങൾ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ പോലും വളരെ ജനകീയമായ സമരങ്ങൾ പല ഭാഗത്തും കല്ലടത്തണ്ണിയിലും പോരയിടത്തും കിണവരയിലും ഒക്കെ നടത്തിയപ്പോഴും കണ്ണമ്പാറ കേന്ദ്രീകരിച്ച ഒരു സമരം ഞങ്ങൾ ഇതുവരെ നടത്തിയില്ല. കാരണം ഇവിടത്തെ പ്രദേശത്തെ ജനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്ന മറ്റ് സമരങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നത് കൊണ്ട് അതിന് ഇവിടെ ഒരു പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത്തരത്തിലൊരു സമരത്തിൽ പോകാതിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായി ഒരു 1.5 ആഴ്ച മുമ്പ് ഈ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സമരപന്തൽ ഇവരുടെ ലോറി ടോറസ് കടന്നു പോകുമ്പോൾ മുതലാളിയുടെ ഒത്താശയോടെ ഇല്ലാതെയോ ആ ഡ്രൈവർമാരെ അത് നശിപ്പിക്കുകയാണ് ചെയ്തത്. അത് അവിടെ നശിച്ചു കടന്നു. സമരസമിതിയുമായി ചടയമംഗലം പഞ്ചായത്തിലും ചടയമംഗലം പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുക്കുകയും ഞങ്ങൾ ആ സമരപന്തൽ പിന്നീട് പുനർനിർമ്മിക്കാനുള്ള ശ്രമമൊന്നും നടത്തിയില്ല. അതങ്ങനെ കിടക്കെ ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് 1.5 ആഴ്ചയ്ക്ക് മുമ്പ് ഈ കോറി മുതലാളി നിർദ്ദേശിക്കുന്ന ഇവിടുത്തെ അവരുടെ ചില പണിക്കാരായ ആൾക്കാർ വന്ന് ഈ സമരപന്തൽ നിലനിന്ന സ്ഥലം അവർ ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമം നടത്തി. ഇതിനെ ചോദ്യം ചെയ്ത ഈ സമരസമിതിയുടെ ഇവിടുത്തെ പ്രദേശത്തെ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഈ കോറിയുടെ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിന്റെ പിറ്റന്നോ മറ്റോ ശ്രീ രാധാകൃഷ്ണൻ ഈ കോറിയുടെ ഒരു മുതലാളിയെ വിളിച്ചു, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നും. അപ്പോൾ ഇപ്പോൾ അവസാന ഘട്ടത്തില് ഈ കുറെ ആൾക്കാരെ ഇവർക്ക് വിലക്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ധാർഷ്ട്യം നിലനിന്നപ്പോൾ ഈ രാധാകൃഷ്ണൻ വിളിച്ചപ്പോൾ ഈ മുതലാളിയുടെ സമീപനം ധിക്കാരപരമായിരുന്നു, വളരെ മോശമായിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ അധികാരികളുടെ മുന്നിലല്ലേ നിങ്ങൾ പോകുന്നത്, ഇതും അങ്ങ് അധികാരികളുടെ മുന്നിൽ പോവുക എന്നുള്ള ഒരു ധിക്കാരപരമായ നിലപാടാണ് ഈ മുതലാളിയുടെ ഭാഗത്തുണ്ടായത്. അപ്പൊ സ്വാഭാവികമായി ഞങ്ങൾ ഈ കോറി വിരുദ്ധ സമിതി അടിയന്തരമായി കൂടുകയും അതിനോടനുബന്ധിച്ചൊരു പശ്ചാത്തലവും ഉണ്ട്. ഇവിടെ ഈ അടുത്ത സമയത്തായിട്ട് ഈ വൈകുന്നേരങ്ങളിൽ ചില ആൾക്കാർ ഈ പ്രദേശത്തുള്ള ഈ കോറിക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന ചില ആൾക്കാരെ സംഘടിച്ചിട്ടുകൊണ്ട് ഈ ബുള്ളറ്റ് റൈസിംഗ് ഒക്കെ നടത്താറുണ്ട്. ഞങ്ങളോട് കളിച്ചാൽ അതിനോടനുബന്ധിച്ച് ഒരു ധർണ സംഘടിപ്പിക്കണമെന്നും ആ ധർണയിൽ പങ്കെടുക്കുന്നവർ ഈ പരസ്യമായി ഈ പൊതു സ്ഥലത്ത് കഞ്ഞി വെച്ച് കുടിച്ചുകൊണ്ട് ഒരു ദിവസം ഇവിടെ കഴിച്ചുകൂട്ടണമെന്നുള്ള കോറി വിരുദ്ധ സമിതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഞങ്ങൾ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ സമരത്തിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും നമ്മൾ നടത്തിയിട്ടുള്ള സമര പരമ്പരകളെക്കുറിച്ചും ഞാൻ വിശദീകരിക്കാതെ നമുക്ക് അറിയാം. നമുക്കൊരു ഭാഗത്തു നിന്നും ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല. നാളെ നീതി ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. നമുക്കറിയാം, നിരന്തരം കളക്ടറെ സന്ദർശിച്ചതിന്റെ ഫലമായി 3-4 പ്രാവശ്യം ഞങ്ങൾ കളക്ടറെ സന്ദർശിച്ചു. അപ്പോൾ കളക്ടർ പറഞ്ഞു, എന്നാൽ ഞാൻ നേരിട്ട് ഈ സ്ഥലം വരത്ത് വരാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ കളക്ടർ ഇവിടെ വന്നു. ഈ ഒരു കോറിയിലേക്ക് ഏത് കാറ്റഗറിയിൽപ്പെട്ടുള്ള, ഇത് ബി കാറ്റഗറി, ഏത് കാറ്റഗറിയിൽപ്പെട്ട കോറിക്കാണെങ്കിലും ആ കോറിയുടെ പ്രധാന പാത 8 മീറ്റർ വീതി വേണമെന്നും അത് ടാർ ചെയ്തിരിക്കണമെന്നും ഫ്ലാറ്റ് സർഫസ് ആയിരിക്കണമെന്നും വ്യക്തമായ നിയമം നിലനിൽക്കെ ഈ കളക്ടർ വരേണ്ടി വന്നു ഈ മുതലാളിമാർക്ക് ഈ അവരുടെ പക്കലുള്ള 4 മീറ്റർ വീതിയുള്ള റോഡ് ഒന്ന് ടാർ ചെയ്യാൻ. അപ്പൊ അത്ര ധാർഷ്ട്യമാണ്. എന്തുകൊണ്ട് ഈ ഇവർക്ക് 8 മീറ്റർ ടോറസ് ഒക്കെ കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള റോഡ് നിർമ്മിച്ചുകൂടാ ഇവിടെ? അപ്പോൾ അവരുടെ ലക്ഷ്യം പഞ്ചായത്തിനെ സ്വാധീനിച്ചുകൊണ്ട് ജനങ്ങൾ ഉപയോഗിക്കുന്ന 3 മീറ്റർ റോഡ് അവർക്കും കൈക്കലാക്കാമെന്നുള്ള ഒരു കുൽസിത ശ്രമമാണ് അവരുടെ ഭാഗത്ത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അവർ കേസ് കൊടുത്തു. പഞ്ചായത്തിലേക്ക് ഹൈക്കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നു. പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തരമായി കൂടി ആ റോഡ് പൊതുജനങ്ങളുടെ റോഡാണ്, അത് കോറിക്ക് വേണ്ടി കൊടുക്കാൻ കഴിയില്ല എന്നുള്ള റെസൊല്യൂഷൻ പാസ്സാക്കി ഹൈക്കോടതിക്ക് കൊടുത്തു. അങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോൾ
ഇവരുടെ പിടിയാളുകളായിട്ടുള്ള ഈ പ്രദേശത്തെ ചില സാമൂഹ്യ വിരുദ്ധന്മാരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ ഓച്ചാനിച്ച് നിൽക്കുന്ന ആൾക്കാരെ ഒപ്പിടിപ്പിച്ചുകൊണ്ട് 10-25 പേരെ 16 പേരെ ഒപ്പിടിപ്പിച്ചുകൊണ്ട് ആ റോഡ്, കോറിയിലേക്ക് പോകുന്ന റോഡ്, പടിഞ്ഞാറ് മേഖലയിലേക്ക് റോഡൊന്ന് ശരിയാക്കണമെന്ന് പഞ്ചായത്തിലേക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. ഇതാരോടാണ്? ഇത് പോരയിടത്തെ ജനതയോടാണ് ഇത് കളിക്കുന്നത്. പ്രബുദ്ധരായ ജനത അധിവസിക്കുന്ന ഈ പ്രദേശത്തെ ജാതീയപരമായി പൈസ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ മദ്യം വാങ്ങി കൊടുത്തുകൊണ്ട് ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി ഈ സമരത്തെ, അല്ലെങ്കിൽ പ്രദേശത്തെ ജനങ്ങളെ ഭീഷണിപ്പെടുത്താമെന്നോ അല്ലെങ്കിൽ ഈ സമരത്തെ പിന്തിരിപ്പിക്കാമെന്നോ ഉള്ള ധാരണയുണ്ടെങ്കിൽ അത് നടക്കില്ല. ഇത് പോരേടമാണ്. ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ചടയമംഗലം പഞ്ചായത്തിന്റെ സാംസ്കാരിക കേന്ദ്രമാണ് പോരേടം. പ്രബുദ്ധരായ ജനതയാണ്, വായനാശീലമുള്ളവരാണ്, മതേതര ബോധമുള്ളവരാണ്, ഒത്തൊരുമയുള്ളവരാണ്. ഈ ഒരു പ്രദേശത്തെ ഒരു പ്രശ്നം ആ ജനങ്ങളുടെ മൊത്തം പ്രശ്നമായിട്ട് കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കലും പിന്മാറില്ല. ഈ സമരം സഹന സമരമായിരുന്നു ഇതുവരെ പോയിക്കൊണ്ടിരുന്നത്. ഇതുവരെ നിരാഹാരം പറയുന്നതിന്റെ ഭാഗമായി കിടന്നു. ഇനി വേണ്ടി വന്നാൽ ഒരു പക്ഷേ ഒരു നിരന്തരം ഒരു നിരാഹാരം, ഒരു അനിശ്ചിതകാല നിരാഹാരത്തിലേക്ക് വേണ്ടി വരെ ഞങ്ങൾ പോകാൻ തയ്യാറാണ്. ഇപ്പോൾ ഈ നിയമലംഘനങ്ങൾ, ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു രേഖ കിട്ടി. ഇതുമായി ബന്ധപ്പെട്ട് ജിയോളജി ഓഫീസിൽ കൊല്ലത്ത് പോയപ്പോൾ അവിടുത്തെ ജിയോളജിയുടെ ചീഫ് ഓഫീസർ, ജിയോളജിസ്റ്റ്, അദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞു, ഈ മൈനിങ് പ്ലാനിൽ കൊടുത്തിരിക്കുന്നത് വനത്തിന്റെ പെർമിഷൻ ഇല്ല. വനം, ഇതിലൂടെ ഒരു സ്വാഭാവികമായ വനമുണ്ട്, അത് റിസർവ് ഫോറസ്റ്റ് ആണ്. ആ വനത്തിന് 50 മീറ്റർ അടുത്താണ് ഈ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ വനത്തിന്റെ സാക്ഷ്യത വാങ്ങിയിട്ടില്ല. അപ്പോൾ ഉടനെ അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞങ്ങളുടെ വ്യക്തമായ രേഖയുണ്ട്. എവിടെ നിന്ന് രേഖ കിട്ടി? ഞങ്ങൾ തിരുവനന്തപുരത്ത് ഈ ജിയോളജിയുടെ സ്റ്റേറ്റ് ഓഫീസിൽ നിന്ന് ഞങ്ങൾ കൈക്കലാക്കിയ വിവരാവകാശ പ്രകാരം കൈക്കലാക്കിയതാണ്. അപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതിൽ രേഖ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, അഡീഷണൽ ആയിട്ട് കുറെ രേഖകൾ പിന്നീട് കൊടുത്തു, അതിൽ കൊടുത്തിട്ടുണ്ട് വനംവകുപ്പിന്റേതാണ്. 2020 സംസ്ഥാനത്തെ വനമേധാവി, വനവകുപ്പിന്റെ ഏറ്റവും വലിയ മേധാവി, ചീഫ് കൺസർവേറ്റർ ഫോറസ്റ്റ്, അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ പ്രകാരം കിട്ടി. ഇത് പാരിസ്ഥിതിക ലോല പ്രദേശമാണ്. നിരവധി നദികളുടെ ഉത്ഭവസ്ഥാനം ഈ വനത്തിൽ നിന്നാണ്. ഈ എളമ്പ്രക്കോട് വനത്തിന്റെ തുടർച്ചയായിട്ടുള്ള ആ വലിയ പാറയുടെ തുടർച്ചയായിട്ടുള്ള പാറകളാണ് ഈ കണ്ണമ്പാറയെ കാണുന്ന പാറകൾ. ഈ പാറകൾക്ക് ഈ ചലനം സംഭവിച്ചാൽ ആ വലിയ പാറയ്ക്ക് കുഴപ്പമുണ്ടാകും. ഇത് പാരിസ്ഥിതിക മേഖലയാണെന്നുള്ള വ്യക്തമായ രേഖ ഞങ്ങളുടെ കയ്യിലിരിക്കെ ഇതൊന്നും കാണാൻ നമ്മുടെ പഞ്ചായത്ത് അധികാരികൾ കഴിയുന്നില്ല. ജിയോളജിസ്റ്റ് കണ്ണു തുറക്കുന്നില്ല. പാരിസ്ഥിതികാഘാത പഠന സമിതി ഞങ്ങൾ നിരന്തരം പോയി. രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പോയിരുന്നു. അപ്പൊ അവരൊക്കെ പറയാണ്, പിന്നെ ഈ പഞ്ചായത്തിന്റെ റോഡൊക്കെ എടുത്താൽ 8 മീറ്റർ ആകില്ല, അതും കൊടുത്തൂടെ എന്നുള്ള ഒരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പൊ ഇനി നമുക്കെന്താണ്? ഇനി സംഘടിതമായ സഹന സമരം, അതല്ലെങ്കിൽ ജുഡീഷ്യറി നീതിന്യായ വ്യവസ്ഥയെ വീണ്ടും സമീപിക്കുക, അതല്ലെങ്കിൽ ഏറ്റവും അവസാനം ഹരിത ട്രൈബ്യൂണലിനെ സമീപിക്കുക. അതാണ് കരണീയമായ മാർഗം. ഞങ്ങളുടെ സമരത്തെ ആരെങ്കിലും കൊണ്ട് ഭീഷണിപ്പെടുത്തി നിരുത്സാഹപ്പെടുത്താൻ തളർത്താമെന്ന് മുതലാളിമാർ കരുതുന്നുണ്ടെങ്കിൽ അത് വൃഥാവിലാണെന്ന് മാത്രം പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തൊട്ടടുത്ത കോറിക്ക് ഏകദേശം നമ്മളുടെ പേടി സ്വപ്നമായിട്ടുള്ള ഈ പ്രദേശം ഒന്നടങ്കം നശിക്കുന്ന അടുത്ത കോറിക്ക് ഏകദേശം പാരിസ്ഥിതിക അനുമതി ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. അത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ വരാറായി. അപ്പോൾ നമുക്ക് പഞ്ചായത്ത് അധികാരികളോട് ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയാനുള്ളത്, ഇത് ജനങ്ങളുടേതായ സഹന സമരമാണ്. ഇത് ജനങ്ങൾ ജീവിക്കാനുള്ള അവകാശത്തിനുള്ള കടന്നുകയറ്റമാണ്. നിങ്ങൾ ഈ കോറിക്ക് ലൈസൻസ് കൊടുക്കരുത്, ഇനിയുള്ള കോറിക്ക് ലൈസൻസ് കൊടുക്കരുത്. ഇനി ഈ നിലവിലുള്ള കോറിക്ക് ഇനി അവരെ എഗ്രിമെന്റ്, അടുത്ത ഏക്കർ കണക്കിന് ഭൂമി എഗ്രിമെന്റ് വെച്ചാൽ അത് തടയാനുള്ള സംവിധാനങ്ങൾ ആലോചിക്കണം. ബയോഡൈവേഴ്സിറ്റി കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ തലത്തിൽ നിരന്തരം ഇവിടെ സന്ദർശനം നടത്തുകയും നിയമലംഘനങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് ഈ ബന്ധപ്പെട്ട ജിയോളജിയെയും പാരിസ്ഥിതിക സമിതിയെയൊക്കെ അറിയിക്കേണ്ട ധാർമ്മികമായ ചുമതല പഞ്ചായത്തിനാണ്. അങ്ങനെ ഒരു സമിതി ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരാവശ്യം ഇതാണ്, ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി പഞ്ചായത്ത് തലത്തിൽ രൂപീകരിച്ചുകൊണ്ട് സ്ഥലം സന്ദർശിക്കുക, സംയുക്ത ഉദ്യോഗ വൃന്ദം ഇവിടെ സന്ദർശിക്കുക. അപ്പൊ ഇപ്പൊ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ പ്രസക്തി ഉണ്ടോ എന്ന് അവർ മനസ്സിലാക്കും. ഞങ്ങളെല്ലാം വ്യക്തമായി പഠിച്ചിട്ടാണ് ഈ പ്രദേശത്തുള്ളത്. അവരുടെ വീട്ടോട് ചേർന്നാണ് ഈ കോറികൾ 5 മണിയോട്ട് യഥേഷ്ടം പോകുന്നത്, പാറ നിരന്തരം സ്ഫോടന വസ്തുക്കൾ പൊട്ടിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഞങ്ങളോടൊപ്പം അല്പമെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ, കരുണയുണ്ടെങ്കിൽ അവരുടെ പ്രശ്നം ഞങ്ങളോടൊപ്പം ഒന്ന് കേൾക്കണ്ടേ? അവന്റെ മുതലാളിമാരുടെ പ്രതിനിധികൾ പണ്ടെന്നോ വന്നു, നിങ്ങളുടെ ഭൂമി കൊടുക്കുന്നോ, ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, ഞങ്ങൾ തരാൻ തയ്യാറാണ്, ഞങ്ങളുടെ മനസ്സോടെ ഞങ്ങൾ തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വില പോലും പറയാൻ കഴിയാതെ അവർ ബുദ്ധിമുട്ടുകയാണ്. അവിടെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല. ആ പ്രദേശം മാത്രമല്ല, കണ്ണമ്പാറ ഒന്നടങ്ങ് പോയി, നാളെ കല്ലടത്തിന് പോകാനിരിക്കുന്നു, മറ്റന്നാൾ പോരട ഒന്നടങ്കം പോകാൻ പോകുന്നു. അപ്പോൾ ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ ഒന്നടങ്കം ഞങ്ങളോടൊപ്പം നിൽക്കണം. ഇത് ഇന്നലെ മെനഞ്ഞാന്ന് വൈകിട്ട് കൂടി തീരുമാനിച്ചതാണ്. വ്യാപകമായ ഒരു അറിയിപ്പോ ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. സോഷ്യൽ മീഡിയയിലുള്ള അറിയിപ്പാണ്. ആ അറിയിപ്പ് സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഈ കോറി വിരുദ്ധ സമിതിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ രാധാകൃഷ്ണനാണ്.
ഞാൻ പറയാതെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം. അദ്ദേഹം നിരന്തരം ഓഫീസിൽ കയറി ഇറങ്ങി. ഈ ഓഫീസുകളോടോ പൊതുജനങ്ങളോടോ വലിയ ബന്ധമൊന്നുമില്ലാതെ സൈനിക വൃത്തി ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന ആളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രീതികളിലോ സമീപനങ്ങളിലോ ഒക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം. പക്ഷേ അദ്ദേഹം ഏറ്റെടുക്കുന്ന പ്രശ്നം എന്താണ്? നാടിന്റെ പൊതുവായ പ്രശ്നമാണ്. അപ്പോ അദ്ദേഹം ആഗ്രഹിക്കും. നമ്മളൊക്കെ ഈ നാട്ടിൽ ജീവിച്ചവരാണ്, ഞങ്ങൾക്ക് ഒരുപാട് പൊതുപ്രവർത്തന അനുഭവങ്ങളുണ്ട്. ഒരു ഓഫീസിൽ പോയാൽ എന്ത് കിട്ടും എന്ത് കിട്ടില്ല എന്ന് നമുക്കറിയാം. പോലീസിന്റെ ഭാഗത്ത് എന്ത് കിട്ടും കിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷെ രാധാകൃഷ്ണൻ അതല്ല. അപ്പോൾ രാധാകൃഷ്ണൻ ഇങ്ങനെ വളരെ ക്ഷോഭിതനാകുന്നു. അപ്പൊ അദ്ദേഹത്തെ ആ തലത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ കോറി മുതലാളിമാരാണ്. അപ്പൊ അദ്ദേഹത്തിന് ജീവിക്കണം, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ജീവിക്കണം, കണ്ണമ്പാറക്കാർക്ക് മൊത്തം ജീവിക്കണം, കല്ലടത്തണ്ണിക്കാർക്ക് ജീവിക്കണം, പോരടത്തുകാർക്ക് ഒന്നടക്കം ജീവിക്കണം. അത് ഈ പഞ്ചായത്ത് അധികാരികൾ ഇനിയെങ്കിലും ഇത് കേൾക്കണം, കണ്ണു തുറക്കണം, അത് ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് മാത്രം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് യോഗാധ്യക്ഷൻ ശ്രീ രാധാകൃഷ്ണന്, ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ സലാഹുദ്ദീന്, നമ്മുടെ വാർഡ് മെമ്പർ, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ഒരു ഒറ്റയാൻ പോരാട്ടമാണ് ജനപ്രതി എന്ന നിലയിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് വാർഡ് മെമ്പർ ശ്രീ നസീം അമ്പലത്തിൽ നിരവധി ആൾക്കാരുണ്ട്, ജാവർ സാറ്, ജിഷാദുണ്ട്, സലാഹുദ്ദീൻ സാറ്, നിരവധി ആൾക്കാർ കല്ലടത്തണ്ണിയിലെയും കുട്ടത്തുകോണത്തെയും കണ്ണമ്പാറയിലും പോരെടുത്തേക്ക് നിരവധി സഹോദരി സഹോദരന്മാർ ഈ ധർണയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറ്റ് ഇവിടുത്തെ കണ്ണമ്പാറ കല്ലടത്തണ്ണി ക്വാറി വിരുദ്ധ സമിതിയുടെ പ്രവർത്തകരെ, ആക്ഷൻ കൗൺസിൽ അംഗങ്ങളെ, പ്രിയമുള്ള നാട്ടുകാരെ, സഹോദരങ്ങളെ, ഈ കണ്ണമ്പാറ ക്വാറിക്കെതിരെയുള്ള സമരം നമ്മൾ ആരംഭിച്ചിട്ട് ഏതാണ്ട് മാസങ്ങളായി. ഇപ്പോഴും അധികാര കേന്ദ്രങ്ങളും ബന്ധപ്പെട്ട വകുപ്പുകളും ഉദ്യോഗസ്ഥ വൃന്ദവും ഒക്കെ സ്വന്തം കീശ വീർപ്പിക്കുന്നതിന് വേണ്ടിയാണോ, അതല്ല ഈ ക്വാറി ജനസേവകരാര് ജനവഞ്ചകരാര് എന്ന് തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ സമരത്തിനൊപ്പം ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആരൊക്കെ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പലരും ക്വാറി മുതലാളിയുടെ പണം വാങ്ങി പോക്കറ്റിലാക്കി ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഇതിൽ നിന്നും പിന്മാറുന്ന ഒരു നിലപാടുണ്ടായിട്ടുണ്ട്. എന്നാൽ ആദ്യം ക്വാറി മുതലാളിമാർ പണവുമായി സമീപിച്ചു. അതിനുശേഷം അവർ സംയമനത്തിന്റെ പാത, അതായത് ഞാൻ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രസ്ഥാനത്തിന്റെ സാമുദായിക സ്നേഹം, ഇതൊക്കെ അദ്ദേഹം മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിച്ചു. പക്ഷേ അത്രത്തോളം പരിചയമുള്ള വ്യക്തിയായിരുന്നിട്ട് പോലും ജനങ്ങളുടെ വിഷയത്തിൽ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഇതിൽ നിന്നും പിന്മാറാൻ സാധ്യമല്ല എന്ന പ്രഖ്യാപനവുമായാണ് ഞങ്ങളും ഈ നാട്ടുകാരും ഈ സമരവുമായി മുന്നോട്ട് നീങ്ങുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇതിൽ നിന്നും പിൻവാങ്ങിയ നേതാക്കളുടെ ചില അനുയായികളുമായി ഞാൻ ഇടയ്ക്ക് ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യുകയുണ്ടായി. നിങ്ങളുടെ നേതാക്കളൊക്കെ ആദ്യഘട്ടത്തിൽ ഈ സമരത്തിൽ നിന്ന് പിന്നീട് എന്തുകൊണ്ട് പിൻവാങ്ങി എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഈ പാറക്വാറിക്കെതിരെയുള്ള സമരം അത്ര പ്രായോഗികമല്ല. കാരണം വീട് വയ്ക്കാൻ പാറ വേണം, മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പാറ വേണം, പാറയില്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല, അപ്പൊ ഇതിനുവേണ്ടി സമരം ചെയ്യുന്നത് മൗഢ്യമാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. യഥാർത്ഥത്തിൽ എവിടെന്നോ കേട്ടുള്ള അറിവ് മാത്രമല്ലാതെ അവർക്ക് ഈ പാറ പൊട്ടിക്കുന്നതിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ആഴത്തിലുള്ള അറിവില്ല എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അവരെ വാക്കുകൾ പറഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞില്ല, വയനാട് ജില്ലയിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഒരു രാത്രി ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന 2 ഗ്രാമങ്ങൾ ശക്തമായ ഉരുൾപൊട്ടലിലും അതിശക്തമായ മലവെള്ളപ്പാച്ചിലും ഒഴുകിപ്പോയി എന്നുള്ളതാണ്. തലേ ദിവസം വരെ ജീവിച്ചിരുന്ന നിരവധി പേർ ആ പ്രകൃതി ദുരന്തത്തിൽ അവരുടെ ജീവൻ നഷ്ടമായി, ഉണ്ടായിരുന്ന സ്വത്തുക്കൾ നഷ്ടമായി, വീടുകൾ നഷ്ടമായവരുണ്ട്, കൂട്ടിവെച്ചിരുന്ന സമ്പാദ്യങ്ങൾ നഷ്ടമായവരുണ്ട്, ഒരു ദിവസം കൊണ്ട് ഈ ഭൂമിയിൽ ഒന്നുമല്ലാത്തവരായി തീർന്നവരുണ്ട്. അങ്ങനെ ഇത്തരത്തിലൊരു ദുരന്തം നമ്മുടെ ഈ പോരേടം പ്രദേശത്തുണ്ടാകാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ക്വാറികൾക്ക് അനുമതി കൊടുക്കുന്നതിന് മുമ്പ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പാകട്ടെ, എൻവയോൺമെന്റ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതാകട്ടെ, പഞ്ചായത്തിന്റെ അനുമതിയാകട്ടെ, ഇവരൊക്കെ ഈ സ്ഥലം സന്ദർശിക്കുകയും ഇവിടുത്തെ സ്ഥിതിഗതികൾ പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതൊന്നും ചെയ്യാതെ അവർ ഇരിക്കുന്ന ഓഫീസിലിരുന്നു കൊണ്ട് ഒപ്പിട്ട് നൽകണമെങ്കിൽ ഇത് അഴിമതിയല്ലാതെ മറ്റൊന്നുമല്ല. ക്വാറി മുതലാളിയുടെ കാശ് വാങ്ങിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ
അവർ ഇത്തരത്തിലുള്ള അനുമതികൾ ഒപ്പിട്ട് കൊടുക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഈ സ്ഥലം സന്ദർശിക്കുകയും ഇവിടുത്തെ മാനദണ്ഡങ്ങൾ അതായത് ഒരു ക്വാറിക്ക് അനുമതി കൊടുക്കുമ്പോൾ ചെയ്യേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ക്വാറിയിലേക്കുള്ള റോഡിന് 8 മീറ്റർ വീതി വേണമെന്ന് നിയമമുണ്ട്. ഇവിടെ 4 മീറ്റർ വീതി പോലും ഇല്ലാത്ത സ്ഥലത്ത് അവർ അനുമതി നൽകിയിരിക്കുന്നു. ഒരു വനമേഖലയിൽ നിന്ന് 250 മീറ്റർ ദൂരം വരെ ക്വാറിക്ക് അനുമതി കൊടുക്കരുത് എന്ന് നിയമമുണ്ട്. പക്ഷേ ഇവിടെ 50 മീറ്റർ ദൂരമുള്ള പാറയ്ക്ക് ക്വാറിക്ക് അനുമതി നൽകിയിരിക്കുന്നു. മാത്രവുമല്ല, ഇതിന് സമയക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇവിടെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പാറ പൊട്ടിക്കുകയും ഇവിടെ കിടന്നുറങ്ങുന്ന ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുകയും റോഡിലൂടെ സഞ്ചരിക്കുന്ന കുട്ടികൾക്കും അമ്മമാർക്കും അവരുടെ സ്വൈരവിഹാരത്തിന് തടസ്സം സൃഷ്ടിക്കും വിധം വാഹനങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു. സ്കൂൾ ടൈമിൽ എല്ലായിടത്തും നമ്മൾ കാണുന്നതാണ്. സ്കൂൾ ടൈമിൽ ഹെവി വാഹനങ്ങൾ നിർത്തിയിട്ട് പൊതുജനങ്ങളോട് സഹകരിക്കുക. അതൊരു സഹകരണമല്ല, അത് ഇവിടുത്തെ നിയമമാണ്. അത് പാലിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇവിടെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളുള്ള ഈ പ്രദേശത്ത് ഈ വാഹനങ്ങൾ സ്കൂൾ ടൈമിൽ പോലും ചീറിപ്പായുകയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ സ്വൈരവിഹാരത്തിനും അവരുടെ ജീവനും അവരുടെ സ്വത്തിനും സംരക്ഷണം നൽകേണ്ട അധികാരിവർഗം ഇത്തരത്തിലുള്ള കുത്തക മുതലാളിമാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. സമന്വയത്തിന്റെ പാതയും പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും പിൻവാങ്ങാതെ വന്നപ്പോഴാണ് അവസാനം അവർ ഭീഷണിയുടെ സ്വരവുമായി ജനങ്ങൾക്ക് മുന്നിൽ. ഇങ്ങനെ വിവിധ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാതെ എല്ലാവിധ വകുപ്പുകളും, കളക്ടറെ പോലും ഒരിക്കൽ നേരിട്ട് കാണാൻ പോയ സംഘത്തിൽ ഞാനുണ്ടായിരുന്നു. അന്നും കളക്ടർക്ക് ഇതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ യാതൊരു അറിവുമില്ലായിരുന്നു. അദ്ദേഹം ഇവിടെ സന്ദർശിച്ചു. അതായത് ഒരു സമരം തുടങ്ങിയതിനു ശേഷമാണ് ഇവർ ഈ സന്ദർശനങ്ങളൊക്കെ നടത്തുന്നത്. ആദ്യം അവർ എല്ലാം ഒപ്പിട്ട് അനുമതിയെല്ലാം നൽകി. സമരം ആരംഭിച്ചതിന് ശേഷമാണ് ഇവിടെ പരിശോധനകൾ നടത്തുന്നത്. പഞ്ചായത്ത് സെക്രട്ടറിയെ നേരിട്ട് സന്ദർശിച്ചു. പഞ്ചായത്ത് ഓഫീസ് മാറിയതിനു ശേഷം പഞ്ചായത്ത് സെക്രട്ടറിയെ സന്ദർശിച്ചപ്പോൾ പറഞ്ഞത് ഞാനത് പരിശോധിച്ച് നടപടിയെടുക്കുമെന്നാണ്. അപ്പോൾ ഒരു മറുചോദ്യം നമ്മുടെ ആക്ഷൻ കൌൺസിലിൽ നിന്നുള്ളവർ ചോദിച്ചിരുന്നു, പരിശോധിക്കാതെയാണോ താങ്കൾ ഇതിന് അനുമതി കൊടുത്തത് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരമില്ല. കളക്ടർ അടുത്തിവിടെ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഇവരൊക്കെ നിരവധി നിയമലംഘനങ്ങൾ ഈ ക്വാറിയിൽ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇതിൽ യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ കെട്ടിയിരുന്ന സമരപ്പന്തൽ പൊളിച്ച വിഷയം ഇതിന്റെ സംഘാടകർ പറഞ്ഞിരുന്നു. ഈ സമരപ്പന്തൽ പൊളിച്ചും ഇവിടുത്തെ ഇവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും ജനങ്ങളെയും ഒക്കെ ഭീഷണിപ്പെടുത്തിയും ഒരു സമരത്തെ അടിച്ചമർത്താൻ സാധ്യമല്ല. ഒരു ജനകീയ സമരങ്ങളെയും ഇതുവരെ അടിച്ചമർത്തിയ ചരിത്രമില്ല. ജനകീയ സമരങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്തോറും അത് കൂടുതൽ ശക്തമാവുകയാണ്. അത് വിജയിക്കുന്നതുവരെയും ഈ സമരം തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. ഇത് ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ്. ജനങ്ങളുടെ സ്വൈരവിഹാരത്തിന് വേണ്ടിയുള്ള സമരമാണ്. ഇത് നമ്മുടെ നാടിന് വേണ്ടിയുള്ള സമരമാണ്. ഇത്തരത്തിലുള്ള ക്വാറികൾ ഇതിന് അനുമതി കൊടുക്കുമ്പോൾ ഇത് ജനവാസ മേഖലയാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇത് വനമേഖലയാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. മലമുകളിലാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇത്തരത്തിൽ പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ പാലിക്കാതെ ക്വാറിക്ക് അനുമതി നൽകുകയാണെങ്കിൽ നമ്മുടെ കുന്നുകളെയും മലകളെയും ഒക്കെ തടഞ്ഞു നിർത്തുന്ന ഇത്തരത്തിലുള്ള പാറക്കെട്ടുകൾ തച്ചു പൊട്ടിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ നാട്ടിൽ വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. തൊട്ടടുത്ത ഇളമ്പ്രക്കോട് പ്രദേശത്ത് മുൻകാലങ്ങളിൽ ഉരുൾപൊട്ടിയ ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകളാണ്. ഈ വിഷയത്തിൽ പഠനങ്ങൾ നടത്താതെയാണ് അവർ ഈ ക്വാറിക്ക് അനുമതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ പാലിക്കാതെ, നിയമങ്ങൾ പാലിക്കാതെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ പാറ അടച്ചുപൂട്ടണമെന്നാണ്, ഇതിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്. ഈ ക്വാറി കൊണ്ട് ഈ നാടിന് യാതൊരു ഉപകാരവുമില്ല. ഈ ക്വാറിയിൽ നിന്ന് പോകുന്ന പാറകൾ ഈ നാട്ടിലെ ആർക്കും വീട് വയ്ക്കാൻ കൊണ്ടുപോകുന്നതല്ല. എന്നാൽ ഈ നാടിനാണെങ്കിൽ വിദൂര ഭാവിയിൽ വിവിധ ദോഷങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ക്വാറിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളേണ്ട അധികാരികളുടെ കണ്ണു തുറപ്പിക്കും വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ എല്ലാവിധ പിന്തുണയും ഈ സമരത്തിനുണ്ടാകുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യങ്ങൾ. കല്ലടത്തണ്ണി പാറക്കോർക്കെതിരെയുള്ള പ്രതിഷേധ ധർണയുടെ ഔപചാരികമായി അടുത്തതായി മുഖ്യപ്രഭാഷണത്തിന് മൂലങ്കോട് മെമ്പർ നസീം അമ്പലത്തിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഈ സമര പരിപാടിയുടെ അധ്യക്ഷൻ, നമ്മുടെ ഈ കണ്ണമ്പാറ പൗരസമിതിയുടെ പ്രസിഡന്റ് കൂടിയായ രാധാകൃഷ്ണൻ കണ്ണമ്പാറ,
സ്വാഗതം പറഞ്ഞ റംലി സാറ്, ഉദ്ഘാടനം ചെയ്ത സലാഹുദ്ദീൻ, ഇവിടെ കൂടിയിട്ടുള്ള സമരസമിതിയുടെ പ്രവർത്തകര്, നാട്ടുകാര്, ഉമ്മ സഹോദരിമാര്, നമുക്കറിയാം നമ്മൾ ഈ സമരം ഏറ്റെടുത്തിട്ട് വർഷങ്ങളാവുന്നു. വലിയ ഒരു മാഫിയക്കെതിരെയുള്ള ഒരു സമരമാണ് നമ്മൾ നടത്തുന്നത്. ചെറിയ മീനുകളല്ല, വൻ സ്രാവുകൾക്കെതിരെയുള്ള സമരമാണ്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അതിന് ഫലം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. സംവിധാനങ്ങളെല്ലാം ഇവർക്ക് അനുകൂലമാണ്. ഭരണകൂടം വ്യവസായങ്ങൾക്കും ഇതുപോലുള്ള സംരംഭങ്ങൾക്കും അനുകൂലമായി നിൽക്കുന്ന ഒരു കാലഘട്ടം. നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള സമരം നടത്തിയിട്ടും ഫലം കാണാത്ത ഒരവസ്ഥ. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് കണ്ണമ്പാറ എന്ന് പറയുന്ന വലിയ ബഹളങ്ങളൊന്നുമില്ലാത്ത ശാന്ത സുന്ദരമായ പ്രകൃതി രമണീയമായ, വൈകുന്നേരങ്ങളിലൊക്കെ വന്നാൽ അമ്പലത്തിൽ നിന്നുള്ള, എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ സമാധാനം എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇല്ലാതായിരിക്കുന്നു. നിരന്തരം പാറ പൊട്ടിക്കുന്ന ശബ്ദങ്ങൾ, സ്ഫോടനങ്ങൾ, ജീവിതത്തിന്റെ വിഘാതമായി നിൽക്കുന്ന ഈ പാറക്കോറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഈ സമരസമിതി മുട്ടാത്ത വാതിലുകളില്ല. അനുമതി പത്രങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് പരിസ്ഥിതിയുടേതായാലും അതുപോലെ തന്നെ എക്സ്പ്ലോഷന്റേതായാലും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റേതായാലും ഒക്കെ അനുമതി പത്രങ്ങൾ വാങ്ങിക്കൊണ്ടാണ് ഇവർ പഞ്ചായത്തിന് പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ അന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇത് കൊടുക്കരുത്, ലൈസൻസ് കൊടുക്കരുത്. അപ്പോൾ അവർ പറഞ്ഞത് ഈ ലൈസൻസ് കൊടുത്തില്ലെങ്കിലും ഹൈക്കോടതിയിൽ പോയി ഇവർ കൊണ്ടുവരും. ഞാൻ പറഞ്ഞു കൊണ്ടുവരട്ടെ. ജനപ്രതിനിധികളായ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും അവരുടെ കെയർ ഓഫിലുള്ള ജനപ്രതിനിധികളും നമുക്ക് പറയാമല്ലോ, ഞങ്ങളുടെ പഞ്ചായത്ത് എന്തായാലും അവർക്ക് ലൈസൻസ് കൊടുത്തിട്ടില്ല. അവര് നിയമം അനുസരിച്ച് ഹൈക്കോടതിയിൽ പോയി ലൈസൻസ് കൊണ്ടുവന്നു. ഇനി ആ ലൈസൻസിന്റെ വ്യവസ്ഥകൾ ലംഘിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്നുള്ള ഒരു നിലപാടല്ല യഥാർത്ഥത്തിൽ പഞ്ചായത്ത് ഭരണസമിതി എടുത്തത്. ഒരു വ്യവസായ സംരംഭം നമ്മുടെ നാട്ടിൽ വരുന്നു എന്നുള്ള രീതിയിലുള്ള ചില സംസാരങ്ങളാണ് അവിടെ ഭരണപക്ഷത്തു നിന്നും ഉണ്ടായത്. ഇതിൽ പഞ്ചായത്തിലുണ്ടാകുന്ന ഉപയോഗം വളരെ ചെറുതാണ്. 3 വർഷത്തേക്ക് ഒരു ലൈസൻസ് വാങ്ങിയപ്പോൾ ഒരു വർഷം 20,000 രൂപ എന്ന് പറയുന്ന, അല്ലെങ്കിൽ 3 വർഷത്തേക്ക് 60,000 രൂപ ലൈസൻസ് ഫീസ് മാത്രമാണ് നമ്മുടെ പഞ്ചായത്തിൽ ഇതിൽ നിന്നുള്ളൊരു വരുമാനം. ഈ 60,000 രൂപ എത്രയോ ചെറിയ ഒരു തുകയാണ്. നമ്മൾ കോടികളുടെ പദ്ധതിയും കോടികളുടെ കണക്കുകളും ബഡ്ജറ്റും ഒക്കെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഈ 60,000 രൂപയുടെ വരവ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു തുകയാണ്. പഞ്ചായത്തിൽ എത്രയോ വരുമാനങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളൊന്നും നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി വിനിയോഗിക്കുന്നില്ല. ഞാൻ പലപ്പോഴും പഞ്ചായത്ത് ഭരണസമിതി യോഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ജഡായു പാറ ടൂറിസം എത്രയോ രാജ്യങ്ങൾ ശ്രദ്ധിക്കുന്ന ലോക ഭൂപടത്തിൽ ഇന്ത്യയെയും കേരളത്തെയും അതുവഴി കൊല്ലം ജില്ലയെയും ഇങ്ങനെ കടന്നു വന്ന് നമ്മുടെ സ്വന്തം പഞ്ചായത്തിന് ലോക പ്രശസ്തമായ ഒരു സ്ഥലത്തെ ലോകം അറിയുന്ന ഒരു സ്ഥലമാക്കി മാറ്റിയ ഒരു ശില്പമാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ജഡായു ടൂറിസം പദ്ധതി. എത്രയോ വർഷത്തേക്ക് ആ പാറയും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട സ്ഥലങ്ങളും ഒരു സ്വകാര്യ വ്യക്തിക്ക് വ്യവസായം നടത്തുന്നതിന് വേണ്ടി ലീസിന് കൊടുത്തിരിക്കുകയാണ്. പഞ്ചായത്തിന് യാതൊരു വരുമാനവുമില്ല. അവിടെ കിട്ടുന്ന ആകെ വരുമാനം അവിടുത്തെ ബിൽഡിംഗ് ടാക്സ്, അതുപോലെ തന്നെ തൊഴിൽക്കരം, അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ നിസ്സാരമായ തൊഴിൽക്കരം. ഈ 2 കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു വരുമാനം കിട്ടുന്നില്ല. നമുക്കറിയാം, മുമ്പൊക്കെ ചടയമംഗലത്ത് 2 തിയേറ്ററുകൾ ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഒരു സ്റ്റാർ തിയേറ്റർ, പിന്നീട് അനുപമ എന്ന് പറയുന്ന ഒരു തിയേറ്റർ വന്നു. ഈ അന്നത്തെ കാലത്ത് പോലും ആ തിയേറ്ററിന് കൊണ്ട് നമുക്ക് പഞ്ചായത്തിന് വരുമാനം ഉണ്ടായിരുന്നു. ഒരു ടിക്കറ്റ് വിറ്റുപോയാൽ ആ ടിക്കറ്റിന്റെ നിശ്ചിത തുക ആ പഞ്ചായത്തിന്റെ വിനോദ നികുതിയായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ കിട്ടുമായിരുന്നു.
അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഈ ഒഴിവ് ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ചടയമംഗലത്തെ ഭാഗത്തോട്ട് സഞ്ചരിച്ച ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാം, ഈ ഐത്തല ഭാഗം മുതൽ നമ്മുടെ ആ റോഡ്, ടൂറിസം പദ്ധതിയിലോട്ട് പോകുന്ന റോഡ് നടന്നു പോകാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ജനത്തിരക്ക്, വാഹനങ്ങളുടെ തിരക്ക് കാരണം അത്രത്തോളം ബുദ്ധിമുട്ടി അങ്ങ് മേടയിൽ ഭാഗം വരും. മേടയിലും അതുപോലെ തന്നെ ഈ ഐത്തല ഭാഗത്തുമൊക്കെ പോലീസിനെയും സെക്യൂരിറ്റിയെയും വെച്ച് നിയന്ത്രിച്ചാണ് അവർ അന്ന് കൈകാര്യം ചെയ്തത്. അപ്പോൾ എത്ര ആയിരം ജനങ്ങളാണ് അവിടെ വന്നു പോകുന്നത്. ആ ഒരു ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ അതിൽ നിന്ന് 50 രൂപയെങ്കിലും നമ്മുടെ പഞ്ചായത്തിന് കിട്ടിയാൽ നമ്മുടെ പഞ്ചായത്ത് സ്വയം പര്യാപ്തമായ പഞ്ചായത്തായി മാറും. എന്നാൽ നമ്മുടെ ഭരണസമിതി അതിനുള്ള യാതൊരു വിധമായ നീക്കങ്ങളും നടത്തുന്നില്ല. GST വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം GSTയിൽ പൊപ്പോയി എന്നുള്ളതാണ്. അങ്ങനെയല്ല, പഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായ തീരുമാനമെടുത്തുകൊണ്ട് അധികാരവർഗങ്ങളെ, അധികാര സ്ഥാനങ്ങളെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ ടൂറിസം മന്ത്രിയെ ഒക്കെ സമീപിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിൽ ഈ ടൂറിസം പദ്ധതി കൊണ്ട് ഗുണം കിട്ടുന്നതും ദോഷം അനുഭവിക്കുന്നതുമായ ഒരു പഞ്ചായത്താണ് ഞങ്ങളുടേതെന്നും ഞങ്ങൾക്ക് യാതൊരു വരുമാനമില്ല എന്നും അതുകൊണ്ട് ഇതിൽ നിന്ന് നിശ്ചിത തുക വരുമാനമുണ്ടാക്കുന്നതിനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി തരണം, അതിനുള്ള നിയമനിർമ്മാണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാൽ കൃത്യമായിട്ട് നടക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വലിയ വരുമാനങ്ങൾ കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പല രീതിയിലുള്ള വരുമാനങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ്, നമുക്കൊരു കോറി വന്നു കഴിഞ്ഞാൽ പഞ്ചായത്തിന് മാത്രമല്ല വരുമാനം. ഇതൊരു ഖനിയാണ്, ഇതൊരു സ്വർണ്ണ ഖനിയാണ്, ഇതൊരു പൈസയുടെ ഖനിയാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്കായാലും എന്ത് പരിപാടി വന്നാലും അതുപോലെ തന്നെ എന്ത് സമ്മേളനങ്ങൾ വന്നാലും അവരുടെ കൈ നിറയാതെ മീൻ പിടിച്ച് നമ്മളൊരു പിരിവ് നടത്താതെ തന്നെ ആയിരക്കണക്കിന് രൂപ നമ്മൾ ചോദിക്കുന്നത് കുറയാതിരുന്നാൽ മതി. 1 ലക്ഷം രൂപ വേണം, 50,000 രൂപ കിട്ടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1 ലക്ഷം രൂപ ചോദിക്കണം. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ വേറൊരു രീതിയിൽ കണ്ടുകൊണ്ട് ഏത് രീതിയിലും ഈ സ്ഥാപനം ഇവിടെ തുടങ്ങണം. നമ്മുടെ കണ്ണമ്പാറ ഭാഗത്തുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ഉണ്ടാകുന്ന കാര്യമോ അല്ലെങ്കിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടോ ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്നുള്ള രീതിയിലുള്ള ഒരു നിലപാടാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും ലൈസൻസ് കൊടുത്തു, പ്രവർത്തനം ആരംഭിച്ചു. ഈ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും ഇനി പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എന്തുമാത്രം സ്വൈരമായി ജീവിച്ചിരുന്ന നമ്മൾ ഇപ്പോൾ എല്ലാ ദിവസവും ഇതിന്റെ ദൂഷ്യ വശങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ ഭാഗമായി നമ്മൾ ഓരോ നിയമലംഘനങ്ങൾ കാണുമ്പോഴും ഏത് ലൈസൻസ് പേപ്പറിന്റെ ഭാഗത്തു നിന്നാണോ ആ പ്രശ്നമുള്ളത്, ആ സ്ഥാപനത്തെ, ആ അധികാരവർഗത്തെ നമ്മൾ സമീപിക്കുകയും കളക്ടറെ പോലും കണ്ടുകൊണ്ട് പല പ്രാവശ്യം കണ്ടുകൊണ്ട് നമ്മൾ ഇതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ കളക്ടർ സ്ഥലം സന്ദർശിക്കാമെന്ന് പറഞ്ഞ ഉറപ്പ് അദ്ദേഹം പാലിച്ചു. അദ്ദേഹം ഇവിടെ വന്നു. നമ്മുടെ കൊടുത്ത പരാതികൾ ഒരു പേപ്പറിൽ തന്നെ നമ്മൾ 8-10 വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഓരോ വിഷയം എടുക്കും, അതിന്റെ ഉദ്യോഗസ്ഥരെടുത്ത് ചോദിക്കും ഇതെന്താണ്. അപ്പൊ ഉദ്യോഗസ്ഥർ മറുപടി പറയുന്നതിന് മുമ്പ് പാറക്കോർക്കാർ പറയും അതങ്ങനെയല്ല, അതിങ്ങനെയാണ് എന്ന് പറയും. അപ്പൊ അത് കേട്ടുകൊണ്ട് വീണ്ടും ഉദ്യോഗസ്ഥരെടുത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ആൾക്കാരുണ്ടായിരുന്നു, മലിനീകരണത്തിന്റെ ആൾക്കാരുണ്ട്. ഇവരെല്ലാം ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ കണ്ട് ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കും എന്ന് പറഞ്ഞു പോയതല്ലാതെ ഈ പ്രദേശത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിനും ഇതുവരെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ നിരന്തരമായി സമരത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഈ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ പണ്ടൊരു തന്ത്രമുണ്ടായിരുന്നു, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഈ ഒത്തൊരുമിച്ച് നിൽക്കുന്ന ജനങ്ങളെ ജാതീയമായിട്ട് പോലും പറഞ്ഞ് ഭിന്നിപ്പിച്ചുകൊണ്ട്, ഗുണ്ടായുസം കാണിച്ചുകൊണ്ട്, ഇവിടെ ഏറ്റവും കൂടുതൽ ഞാന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉൾപ്പെടെയുള്ള ഒരു ബോർഡ് ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പ്രസിഡന്റാണ്, അന്ന് സെക്രട്ടറി ഒരു മിഥുൻ ഉണ്ടായിരുന്നു. അവരെല്ലാം പല ഘട്ടങ്ങളിലായി പല ഭീഷണികളുടെയും പ്രലോഭനങ്ങളുടെയും ഭാഗമായി ഈ സമരസമിതിയിൽ നിന്ന് മാറിപ്പോവുകയുണ്ടായി. അന്നും ഒരു പ്രലോഭനങ്ങൾക്കും വശംവദനാകാതെ നമ്മുടെ നാട്ടിൽ, നമ്മൾ ജനിച്ചു വീണ നാട്ടിൽ, പിറന്ന നാട്ടിൽ ശുദ്ധമായ വായു ശ്വസിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഇവിടെ തന്നെ മരിക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി, അതിനെ നേരിടുന്നതിന് വേണ്ടി എന്തും വില കൊടുക്കാനും തയ്യാറാണ് എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി അന്ന് മുതൽ ഇന്ന് വരെ പ്രവർത്തിക്കുന്ന ഞങ്ങളൊക്കെ പിന്നീടാണ് ഇതിനകത്ത് വന്നുപെട്ടത്.
ആ രാധാകൃഷ്ണൻ നമുക്കറിയാം അത്രത്തോളം ഇതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പൗരസമിതിയിലെ തൊട്ടടുത്ത് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്കറിയാം ഇവിടെ ഒന്ന് വരുന്ന ഒരു വണ്ടി അതിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യം ഉണ്ടായാൽ നേരെ ചെന്ന് വീഴുന്നത് ഈ രാധാകൃഷ്ണന്റെ പലയിടത്തിലായിരിക്കും. അപ്പൊ എന്തെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ, അങ്ങനെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മളെ മുമ്പിലുള്ള വലിയ ഒരു വിഷയം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അവര് അല്ലെങ്കിൽ ലോറി മുതലാളി ഡ്രൈവർമാരെയൊക്കെ ചേർത്ത് കൊണ്ടുപോയി അത് പ്രദേശവാസികൾ ഇപ്പോൾ നമ്മൾ വീണ്ടും പുനർനിർമ്മിച്ചിരിക്കുകയാണ്. സമരസമിതി സമരപന്തലാണ്. നമുക്കറിയാം ചെറിയവിളന്നല്ലൂര് ഇന്ന് ഈ സമരം പാറ ഖനനത്തിനെതിരെ സംയുക്തമായിട്ട് രാഷ്ട്രീയ പാർട്ടികളും ജാതി മത വ്യത്യാസമില്ലാതെ ഒപ്പം കൊടുത്ത NOC റദ്ദാക്കിക്കുന്ന സ്ഥിതി വരച്ച ഒരു സമരമുണ്ട് നമ്മുടെ മുമ്പിൽ, വിജയിച്ച ഒരു സമരം. അതുകൊണ്ട് എല്ലാം കോടതിയുടെ ഉത്തരവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുന്ന